കുർബാന ഏകീകരണത്തിൽ സിനഡിന്റെ പുതിയ നിർദ്ദേശവും തള്ളി. ആഴ്ചയിൽ ഒരു ദിവസവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഏകീകൃത കുർബാന എന്നതായിരുന്നു നിർദ്ദേശം. അതേസമയം പുതിയ സർക്കുലർ അവ്യക്തമാണെന്ന് അൽമായ മുന്നേറ്റം പറയുന്നു. ബീന റാണിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ബീന, വിശദാംശങ്ങൾ. അനു, ഇന്നലെ രാത്രി വൈകിയാണ് പ്രശ്നപരിഹാരത്തിന് പുതിയ ഒരു ഉത്തരവുമായി സീറോ മലബാർ സഭ രംഗത്തെത്തുന്നത്. അതായത് നേരത്തെ ജൂലൈ 3 മുതൽ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ഒരു ഉത്തരവ്, ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു. ആ സർക്കുലറിലാണ് ഒരു ഇളവ് ആയിട്ട് ഇപ്പോൾ ജൂലൈ 3 ശേഷം എല്ലാ ഞായറാഴ്ചകളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നൊരു ഇളവ് സീറോ മലബാർ സഭ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും തിരുനാളുകളിലുമെല്ലാം ഏകീകൃത കുർബാന വേണമെന്നും പുതിയതായി ഇന്നലെ രാത്രി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഈ പുതിയ ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നും പറയുന്നു. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സിനഡ് ചേർന്നിരുന്നു. ഈ സിനഡിലാണ് ഇത്തരത്തിലൊരു പ്രശ്നപരിഹാരത്തിന് പുതിയ ഫോർമുല ഉണ്ടാക്കിയതെന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു ഇത് അൽമായ മുന്നേറ്റവും വിമത വൈദികരും ഇത് തള്ളുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് പുതിയ പ്രസ്താവന അൽമായ മുന്നേറ്റം ഇറക്കിയിട്ടുണ്ട്. അതായത് സിനഡിന്റെ പുതിയ നിർദ്ദേശവും ഇവർ തള്ളുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ഏകീകൃത കുർബാന എന്നായിരുന്നു പുതിയ സർക്കുലറിലെ നിർദ്ദേശം. അത് സിനഡിന്റെ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമമാണെന്നാണ് ഇപ്പോൾ അൽമായ മുന്നേറ്റം ആരോപിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ പഴയ സർക്കുലർ പിൻവലിക്കണം എന്നൊരു ആവശ്യം അൽമായ മുന്നേറ്റം മുന്നോട്ട് വെച്ചിരുന്നു. അത് പാലിച്ചിട്ടില്ല. പുതിയ സർക്കുലർ അവ്യക്തമായിട്ടാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും പഴയ സർക്കുലർ അംഗീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പുതിയ സർക്കുലർ കൃത്യമായ നിർദ്ദേശങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇത് തള്ളുക ആണ് വിശ്വാസികളും അൽമായ മുന്നേറ്റവും ഒപ്പം തന്നെ വിമത വൈദികരും ഇത് തള്ളുകയാണെന്നാണ് ഇപ്പോൾ ഇന്ന് രാവിലെ അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഇവരുടെ നിർദ്ദേശങ്ങൾ, അതായത് ജനാഭിമുഖ കുർബാന മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രം ഏകീകൃത കുർബാനയുമായുള്ള ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്നൊരു നിർദ്ദേശവും അൽമായ മുന്നേറ്റം മുന്നോട്ട് വെച്ചിരുന്നു. ഇടവകകളുടെ തീരുമാനപ്രകാരം പ്രത്യേക കുർബാനയായി ഏകീകൃത കുർബാന ചൊല്ലാമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇതെല്ലാം സിനഡ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പുതിയ സർക്കുലർ തള്ളുന്നതായാണ് അൽമായ മുന്നേറ്റം പറയുന്നത്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.